ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. ശ്ലോകം 11, പേജ് നമ്പർ 486. അവജാനന്തി മാം മൂഢാ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. പദാനുപദം. മമ എൻ്റെ, ഭൂതമഹേശ്വരം സർവഭൂതമഹേശ്വരനായ, പരംഭാവം പരമമായ ഭാവത്തെ, അജാനന്ത അറിയാത്തവരായി, മാനുഷീം മനുഷ്യ സംബന്ധിയായ, തനും ശരീരത്തെ, ആശ്രിതം ആശ്രയിച്ചിരിക്കുന്നതായി കരുതി, മാം എന്നെ, മൂഢാഹ മൂഢന്മാർ, അവജാനന്തി അവഗണിക്കുന്നു. വിവർത്തനം. മനുഷ്യരൂപത്തിൽ അവതരിക്കുന്ന എന്നെ മൂഢന്മാർ നിന്ദിക്കുന്നു. എല്ലാറ്റിനും ഈശ്വരനായ എൻ്റെ അതീന്ദ്രിയ സ്വഭാവം അവർക്കറിഞ്ഞുകൂടാ. ഭാവാർത്ഥം. ഭഗവാൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷമാകുമ്പോൾ അദ്ദേഹത്തെ സാധാരണ മനുഷ്യനായി കരുതാൻ പാടില്ലെന്നു മുൻ ശ്ലോകങ്ങളുടെ വിശദീകരണങ്ങൾ വെളിവാക്കുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭഗവാൻ വെറുമൊരു മനുഷ്യനാകാൻ വയ്യ. എങ്കിലും കൃഷ്ണനെ കരുത്തേറിയ ഒരു മനുഷ്യനെന്നു മാത്രം കരുതുന്ന മൂഢന്മാർ പലരുമുണ്ട്. വാസ്തവത്തിൽ ബ്രഹ്മസംഹിതയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഈശ്വര പരമ കൃഷ്ണ, പരംപുരുഷനും ആദിപുരുഷനുമായ ഭഗവാനാണ് കൃഷ്ണൻ. ഈശ്വരന്മാർ പലരുണ്ട്. ഒരാൾക്ക് മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠതയുണ്ടെന്നു തോന്നാം. സാധാരണ ലൗകിക കാര്യങ്ങളുടെ നിർവഹണത്തിന് ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കും. അദ്ദേഹത്തിന് മേലധികാരിയായി ഒരു സെക്രട്ടറിയും, സെക്രട്ടറിക്കുമുപരി ഒരു മന്ത്രിയും, അദ്ദേഹത്തിന് നിയന്താവായി പ്രസിഡന്റും ഉണ്ട്. ഇവരെല്ലാം നിയന്താക്കൾ തന്നെ. ഒരാൾ മറ്റൊരാളെ നിയന്ത്രിക്കുന്നു. പരമാധികാരി കൃഷ്ണനാണെന്ന് ബ്രഹ്മസംഹിത പറയുന്നു. ഭൗതികവും ആത്മീയവുമായ രണ്ടു ലോകങ്ങളിലും നിയന്താക്കളായി പലരുമുണ്ടെന്നതിന് സംശയമില്ല. എന്നാൽ കൃഷ്ണനാണ് പരമാധികാരി. ഈശ്വര പരമകൃഷ്ണ. അദ്ദേഹത്തിൻ്റെ ശരീരം ഭൗതികമല്ല, സച്ചിദാനന്ദമയമാണ്. മുൻ ശ്ലോകങ്ങളിൽ വിവരിച്ച
ആശ്ചര്യകരമായ കർമ്മങ്ങൾ ഭൗതിക ശരീരം കൊണ്ട് ചെയ്യാവുന്നവയല്ല. ശാശ്വതവും ആനന്ദമയവും വിജ്ഞാനമയവുമാണ് കൃഷ്ണന്റെ ശരീരം. സാധാരണ മനുഷ്യനല്ലെങ്കിലും അങ്ങനെയാണെന്ന് കരുതിക്കൊണ്ട് അദ്ദേഹത്തെ മൂഢന്മാർ നിന്ദിക്കുന്നു. മാനുഷീം എന്ന് ഇവിടെ ശരീരത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ട് അദ്ദേഹം അർജുനന്റെ സഖാവായും കുരുക്ഷേത്ര യുദ്ധത്തിലേർപ്പെട്ട രാജതന്ത്രജ്ഞനായും മനുഷ്യരെ പോലെ അഭിനയിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. പല വിധത്തിലും ഒരു സാധാരണ മനുഷ്യനെ പോലെയാണ് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുള്ളത്. എന്നാൽ ആ ശരീരം സച്ചിദാനന്ദമയമാണ്. സച്ചിദാനന്ദ രൂപമായ കൃഷ്ണായ എന്ന് വേദസൂക്തം. സച്ചിദാനന്ദമൂർത്തിയായ കൃഷ്ണനെ ഞാൻ സാദരം പ്രണമിക്കുന്നു. ഗോപാലതാപന്യുപനിഷത്ത്. വേറെയുമുണ്ട് വേദസൂക്തങ്ങൾ. തമേകം ഗോവിന്ദം. അങ്ങ് ഇന്ദ്രിയങ്ങൾക്കും പശുക്കൾക്കും ആനന്ദമരുളുന്ന ഗോവിന്ദനത്രേ. സച്ചിദാനന്ദ വിഗ്രഹം. അങ്ങയുടെ അതീന്ദ്രിയാകാരം സച്ചിദാനന്ദമയമാണ്. ഗോപാലതാപന്യുപനിഷത്ത് 1:35. ഭഗവാൻ കൃഷ്ണന്റെ ആനന്ദമയവും ജ്ഞാനമയവുമായ ശരീരത്തിൻ്റെ അതീന്ദ്രിയ ഗുണങ്ങളെക്കുറിച്ചറിയാതെ പല പണ്ഡിതന്മാരും ഗീതാഭാഷ്യകർത്താക്കളും കൃഷ്ണനെ ഒരു സാധാരണ മനുഷ്യനെന്നു കരുതി പുച്ഛിക്കുന്നു. മുൻ ജന്മത്തിൽ ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലമായിട്ട് ഒരാൾ ഒരു അസാധാരണ പണ്ഡിതനാവാം. എങ്കിലും കൃഷ്ണനെക്കുറിച്ചദ്ദേഹത്തിനുള്ള ഈ ധാരണ അറിവില്ലായ്മയിൽ നിന്നുളവായതാണ്. അതുകൊണ്ട് അയാൾ മൂഢൻ തന്നെ. കൃഷ്ണനെ വെറുമൊരു മനുഷ്യനെന്ന് കണക്കാക്കാൻ മൂഢന് മാത്രമേ കഴിയൂ. ഭഗവാന്റെയും അവിടുത്തെ വ്യത്യസ്ത ശക്തികളുടെയും പ്രവർത്തനം അതീവ രഹസ്യമാകയാലാണ് മൂഢന്മാർ കൃഷ്ണനെ സാധാരണ മനുഷ്യനായി കരുതുന്നത്. സത്, ചിത്ത്, ആനന്ദം എന്നിവയുടെ പ്രതീകമാണ് കൃഷ്ണന്റെ ദിവ്യ ശരീരമെന്ന് അവർക്കറിഞ്ഞുകൂടാ. എല്ലാറ്റിൻ്റെയും ഉടമയായ അദ്ദേഹത്തിന് ആർക്കു വേണമെങ്കിലും മുക്തി നൽകാൻ കഴിയുമെന്ന് അവരറിയുന്നില്ല. കൃഷ്ണന്റെ ഈ വിധത്തിലുള്ള അതീന്ദ്രിയ ഗുണങ്ങൾ അറിയാത്തതുകൊണ്ടാണ് അവർ അദ്ദേഹത്തെ പുച്ഛിക്കുന്നത്. ഭഗവാന്റെ അന്തരംഗ ശക്തിയുടെ പ്രത്യക്ഷീഭാവമാണ് ഭൗതിക ലോകത്തിലേക്കുള്ള അവതാരമെന്ന് അവർക്കറിയില്ല. ഭൗതിക ശക്തിക്ക് ഉടമയാണദ്ദേഹം. ആ ശക്തി എത്രയും കരുത്തുറ്റതാണെങ്കിലും തൻ്റെ നിയന്ത്രണത്തിലാണെന്നും തനിക്ക് ആത്മാർപ്പണം ചെയ്യുന്ന ഏതൊരാൾക്കും അതിന് കീഴ്പ്പെടേണ്ടി വരില്ലെന്നും കൃഷ്ണൻ പലപ്പോഴും വ്യക്തമാക്കുന്നുണ്ട്. മമ മായാ ദുരത്യയാ. കൃഷ്ണന് സ്വാത്മാർപ്പണം ചെയ്യുന്ന ഒരാൾക്ക് ഭൗതിക ശക്തിയുടെ സ്വാധീനതാവലയത്തിൽ നിന്ന് രക്ഷപ്പെടാനാവുമെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നിയന്ത്രിക്കുന്ന ഭഗവാന്റെ ശരീരം എങ്ങനെ നമ്മുടേതുപോലെ ഭൗതികമായ ഒന്നാവും? കൃഷ്ണനെക്കുറിച്ചുള്ള ഈ തെറ്റിദ്ധാരണ പൂർണ്ണമായും വിഡ്ഢിത്തമാണ്. ഒരു സാധാരണ മനുഷ്യനായി കാണപ്പെടുന്ന ഭഗവാൻ കൃഷ്ണൻ പരമാണുകോടികളെയും വിശ്വരൂപത്തിൻ്റെയും ഭീമാകാരമായ ആവിർഭാവത്തെയും ഒരുപോലെ വരുതിയിൽ നിർത്തുന്നുവെന്ന് ഒരു വിധത്തിലും മൂഢജനങ്ങൾക്ക് സങ്കല്പിക്കാനാവില്ല. ഏറ്റവും വലിപ്പമുള്ള ഒരു സൂക്ഷ്മരൂപം അവരുടെ ഭാവനയ്ക്കതീതമാണ്. അതുകൊണ്ട് മനുഷ്യാകൃതിയിലുള്ള ഒരാൾക്ക് അപരിമേയമായതിനെയും അണുപ്രായമായതിനെയും നിയന്ത്രിക്കാൻ സാധിക്കുമെന്നവർ വിശ്വസിക്കില്ല. വാസ്തവത്തിൽ ആ രണ്ടിൻ്റെയും ഉടമ ഭഗവാൻ തന്നെയെങ്കിലും അദ്ദേഹം അവയിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത്. അപരിമേയത്തെയും അണുപ്രായമായതിനെയും ഒരേ വിധത്തിൽ നിയന്ത്രിക്കുന്നുവെന്നും അതേസമയം അവയിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്നും അവിടുത്തെ ഐശ്വര്യമായ യോഗത്തെ
അചിന്ത്യവും ദിവ്യവുമായ ശക്തിയെക്കുറിച്ച് വിവരിച്ചു പറഞ്ഞിട്ടുണ്ട്. സാധാരണ മനുഷ്യനെ പോലെ തോന്നിക്കുന്ന കൃഷ്ണന് അപരിമേയമായതിനെയും അണുപ്രായമായതിനെയും എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് മൂഢന്മാർക്കറിയില്ലെങ്കിലും കൃഷ്ണൻ പരമപുരുഷനാണെന്ന അറിവുള്ള ഭക്തജനങ്ങൾ അംഗീകരിക്കുകയും അദ്ദേഹത്തിന് സ്വാത്മാർപ്പണം ചെയ്യുകയും ചെയ്യുന്നു. കൃഷ്ണാവബോധത്തോടെ ഭഗവത് സേവനത്തിലേർപ്പെടുന്നു. നിരാകാരവാദികൾക്കും സാകാരവാദികൾക്കും ഇടയിൽ ഒരു വിവാദ വിഷയമാണ് ഭഗവാന്റെ മനുഷ്യരൂപത്തിലുള്ള ഈ അവതാരം. കൃഷ്ണശാസ്ത്രത്തിൽ പ്രാമാണിക ഗ്രന്ഥങ്ങളായ ഭഗവദ്ഗീതയും ശ്രീമദ് ഭാഗവതവും മനസ്സിരുത്തി വായിക്കുന്നവർക്ക് അറിയാം കൃഷ്ണൻ സർവേശ്വരനാണെന്ന്. ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ അവതരിച്ചാലും അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല. ശ്രീമദ് ഭാഗവതത്തിൽ 1:1:20 ശൗനകാദികളായ മുനികൾ കൃഷ്ണന്റെ പ്രവൃത്തികളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു: കൃതവാൻ കില കർമാണി സഹ രാമേണ കേശവഃ അതിമർത്യാനി ഭഗവാൻ ഗൂഢഃ കപടമാനുഷഃ. ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യനെ പോലെ ബലരാമനോടൊപ്പം കളിച്ചു നടന്നു. ഈ കപടവേഷത്തിൽ അദ്ദേഹം മനുഷ്യസാധ്യങ്ങളല്ലാത്ത പല കർമ്മങ്ങളും ചെയ്തു. ഭഗവാൻ മനുഷ്യനായി അവതരിച്ചത് മൂഢന്മാരെ അമ്പരപ്പിക്കുന്നു. കൃഷ്ണൻ ഭൂമിയിൽ സന്നിഹിതനായിരുന്നപ്പോൾ ചെയ്ത അദ്ഭുത കൃത്യങ്ങൾ മറ്റൊരു മനുഷ്യനും നിർവഹിക്കാനാവുന്നവയല്ല. ആദ്യമായി കൃഷ്ണൻ തൻ്റെ അച്ഛനമ്മമാർക്ക് ദേവകി വസുദേവന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടത് 4 കൈകളോടെയാണ്. എന്നാൽ അവരുടെ അപേക്ഷയനുസരിച്ച് പിന്നീട് അദ്ദേഹം ഒരു സാധാരണ മനുഷ്യ ശിശുവിൻ്റെ രൂപം സ്വീകരിച്ചു. ബഭൂവ പ്രാകൃതഃ ശിശുഃ ഭാഗവതം 10:3-46. ഈ സാധാരണ മനുഷ്യരൂപം സ്വീകരിക്കലും ഭഗവാന്റെ അതീന്ദ്രിയ ശരീരത്തിൻ്റെ ഒരു ഭാവം തന്നെയെന്ന് ഇവിടെ വീണ്ടും സൂചിപ്പിക്കുന്നു. ഭഗവദ്ഗീത 11-ാം അധ്യായത്തിലും അർജുനൻ വിശ്വരൂപ ദർശനത്തിനു ശേഷം 4 കൈകളോട് കൂടിയ ഭഗവത് രൂപം തന്നെ വീണ്ടും കാട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ തേനൈവ രൂപേണ ചതുർഭുജേന കൃഷ്ണൻ ആ രൂപം കാണിച്ചു കൊടുത്തതിന് ശേഷം തൻ്റെ മനുഷ്യ സദൃശ്യമായ യഥാർത്ഥ രൂപം കൈക്കൊണ്ടതായി മനുഷ്യരൂപം വിവരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള രൂപാന്തരങ്ങൾ മനുഷ്യ സാധാരണമല്ല തന്നെ. മായാവാദപ്രേരിതരായി കൃഷ്ണനെ അവഗണിക്കുന്നവർ കൃഷ്ണൻ സാധാരണ മനുഷ്യനാണെന്നു തെളിയിക്കാൻ വേണ്ടി ശ്രീമദ് ഭാഗവതത്തിലെ ഈ ഒരു ശ്ലോകം ഉദ്ധരിക്കുന്നു: അഹം സർവേഷു ഭൂതേഷു ഭൂതാത്മവസ്ഥിതഃ സദാ. ഭാഗവതം 3:29-21. ഭഗവാൻ സർവജീവജാലങ്ങളിലുമുണ്ട്. കൃഷ്ണനെ പുച്ഛിച്ചു തള്ളുന്ന പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളെ പിന്തുടരുന്നതിനു പകരം വൈഷ്ണവാചാര്യന്മാരായ ജീവഗോസ്വാമി, വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ എന്നിവരെപ്പോലുള്ളവരിൽ നിന്ന് ഈ പ്രത്യേക ശ്ലോകത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കുകയാണ് നല്ലത്. ഈ സൂക്തത്തെക്കുറിച്ച് ജീവഗോസ്വാമി പറയുന്നു: കൃഷ്ണൻ തൻ്റെ പരിപൂർണ വിസ്തരണത്തിൽ പരമാത്മാവെന്ന നിലയിൽ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്നു. ആ നിലയ്ക്ക് ക്ഷേത്രത്തിലുള്ള ശ്രീ ഭഗവാന്റെ അർച്ചനാമൂർത്തിയെ മാത്രം ആരാധിക്കുകയും മറ്റു ജീവജാലങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന കനിഷ്ഠ ഭക്തന്റെ വിഗ്രഹാരാധന വ്യർത്ഥമാണ്. ഭഗവത് ഭക്തന്മാർ 3 വിധത്തിലുണ്ട്. കൂട്ടത്തിൽ താഴ്ന്ന നിലയിലാണ് പുതുഭക്തൻ. കനിഷ്ഠ ഭക്തൻ മറ്റു ഭക്തന്മാരോടെന്നതിലധികം ക്ഷേത്രത്തിലുള്ള വിഗ്രഹത്തോട് താത്പര്യം പ്രദർശിപ്പിക്കാറുണ്ട്. ഈ മനോഭാവം തിരുത്തണമെന്നാണ് വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ മുന്നറിയിപ്പ് നൽകുന്നത്.
കൃഷ്ണൻ എല്ലാവരുടെ ഹൃദയത്തിലും പരമാത്മസ്വരൂപിയായി വാഴുന്നതുകൊണ്ട് ഓരോ ശരീരവും ഭഗവൻ നികേതമത്രേ. അതുകൊണ്ട് ഭഗവാന്റെ ക്ഷേത്രത്തെ മാനിക്കുന്നത് പോലെ തന്നെ പരമാത്മവാസമാകുന്ന ഓരോ ശരീരത്തെയും വേണ്ടും വണ്ണം ആദരിക്കണം. അവഗണനാർഹരായിട്ട് ആരും തന്നെയില്ല. ഏവരെയും ബഹുമാനിക്കേണ്ടതാണ്. ക്ഷേത്രാരാധനയെ നിന്ദിക്കുന്ന നിരാകാരവാദികളും പലരുണ്ട്. ഈശ്വരൻ ഏതൊരിടത്തുമുണ്ടെന്നിരിക്കെ എന്തിനൊരാൾ ക്ഷേത്രത്തിൽ പോയി ആരാധിക്കണം? പക്ഷേ ഈശ്വരൻ സർവ്വവ്യാപിയാണെങ്കിൽ ക്ഷേത്രത്തിലും വിഗ്രഹത്തിലുമുണ്ടാകുമല്ലോ. സാകാര നിരാകാരവാദികൾ തമ്മിൽ ഇങ്ങനെ വഴക്കടിച്ചുകൊണ്ടേയിരിക്കും. ഭഗവാൻ പരംപുരുഷനാണെങ്കിലും ബ്രഹ്മസംഹിതയിൽ ഊന്നിപ്പറയുന്നതുപോലെ സർവ്വവ്യാപിയുമാണെന്ന്. കൃഷ്ണാവബോധമുള്ള ഒരു തികഞ്ഞ ഭക്തനറിയാം, ഭഗവാൻ എപ്പോഴും വാണരുളുന്നത് സ്വധാമമായ ഗോലോക വൃന്ദാവനത്തിലാണെങ്കിൽ കൂടി തൻ്റെ ശക്തികളുടെ വിവിധാവിഷ്കാരങ്ങളായും പരിപൂർണ വിസ്തരണമായും ഭൗതികാധ്യാത്മിക മണ്ഡലങ്ങളുടെ ഏതു വശത്തും അവിടുത്തെ സാന്നിധ്യമുണ്ടെന്ന്. ഹരേ കൃഷ്ണ.